ലേബർ റൂമിലേക്ക് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുപോയിരിക്കുന്നു. സിസേറിയൻ വേണയോ വേണ്ടയോ ഡോക്ടർമാർ തീരുമാനിക്കാൻ പോവാണ്. കുട്ടിക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. പടച്ചവനെ, എന്റെ ഭാര്യയെ നിന്നെ ഏൽപ്പിക്കുകയാണ്. നിസ്കരിക്കാനുള്ള ഒരു റൂമോ ഒരു പള്ളിയോ അരികത്തുണ്ടെങ്കിൽ ഭർത്താവിനെ ചെല്ലുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് ഏറ്റവും വലിയവൻ, നിന്റെ പ്രശ്നമാണ് ഏറ്റവും വലുത്, നീയാണ് ഞങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലുത്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെന്ന് ആ വിഷയമൊന്ന് അവതരിപ്പിച്ചുവോ? ഇബ്രാഹിം നബി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിസ്കാരത്തിന്റെ ഇടയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആംഗ്യഭാഷ കണ്ടപ്പോ സാറ ബീവിക്ക് തോന്നി ഇബ്രാഹിം നബി ചോദിക്കുന്നത് പ്രശ്നം കാര്യം എങ്ങനെയുണ്ട് എന്നറിയാനാണ്. സാറ ബീവി മറുപടി കൊടുത്തു, റദ്ദല്ലാഹു യദൽ കാഫിർ റദ്ദല്ലാഹു കൈദൽ കാഫിർ. ഈ കാഫിറായ മനുഷ്യന്റെ സർവ്വചതിയും അല്ലാഹു മടക്കിയിരിക്കുന്നു. ഫീ നഹ്രിഹി വഅഖ്ദമ ഹാജർ. നമുക്ക് ഹാജറിനെ സമ്മാനമായി തന്നിട്ടുണ്ട്. ഇബ്രാഹിം നബിയെ പേടിക്കണ്ട. ചെല്ലുമ്പോ ഇബ്രാഹിം നബി നിസ്കാരത്തിലാണ്. അല്ലാഹുവേ കുട്ടിയെ വേണമെന്ന് ചോദിക്കുന്ന നബി സക്കരിയ നബി അലൈഹിസ്സലാം. 70 കഴിഞ്ഞതിന്റെ ശേഷം കുഞ്ഞ് വേണം റബ്ബേ, മക്കള് വേണം. അസ്ബാബുകൾ നോക്കിയാൽ കിട്ടാൻ പ്രയാസമുണ്ട്. 70 ആയില്ലേ, ഈ കുട്ടി എവിടുന്ന ഉണ്ടാവുക? ശരീരം ദുർബലമായില്ലേ? തല നരബാധിച്ച് തിളങ്ങുന്നുണ്ടല്ലോ പടച്ചവനെ. എന്റെ റബ്ബിനോട് ചോദിച്ചാൽ പരാജയപ്പെടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് റബ്ബേ, റബ്ബി ഹബിലി, എനിക്ക് കുഞ്ഞിനെ വേണം പടച്ചവനെ. സക്കരിയ നബി ചോദിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മഹാനായ സക്കരിയ നബിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫനാദതുഹുൽ മലായിക, കുഞ്ഞ് വരുന്നുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു പേര് നൽകപ്പെട്ടിട്ടില്ലാത്ത യഹ്യ എന്ന പേരുള്ള ഒരു കുഞ്ഞ്. ആ കുഞ്ഞാണ് യഹ്യ നബി അലൈഹിസ്സലാം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് ക്രിസ്ത്യാനികൾ വിളിച്ചു പറയുന്ന സക്കരിയ നബിയുടെ പുത്രൻ യഹ്യ നബി അലൈഹിസ്സലാം. നാദതുഹുൽ മലായിക, ദുആ ചെയ്തു പോയിട്ട് അല്ലാഹുവിന്റെ മാലാഖമാർ വിളിക്കുന്നുണ്ട്. എന്താ സംഭവം? വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. സക്കരിയ നബി മിഹ്റാബിൽ നിന്ന് നിസ്കരിക്കുകയാണ്. 70 കഴിഞ്ഞ് അല്ലാഹുവേ കുഞ്ഞിനെ വേണം. കാര്യകാരണങ്ങൾ ബന്ധിപ്പിച്ചു നോക്കിയാൽ കാര്യം നടക്കാൻ സാധ്യതയില്ല. അല്ലാഹുവേ, സബബില്ലാതെയും കാര്യം നടത്താൻ കഴിയുന്നവനാണല്ലോ നീയെ. മക്കളുണ്ടാവൽ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഇടപെടൽ തന്നെ വേണം. റബ്ബ് ഇടപെടണം. യഹബു മൻ യശാഉ ഇനാസാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പെണ്ണിനെ കൊടുക്കും. കല്യാണം കഴിഞ്ഞാൽ പെണ്ണിനെ കൊടുക്കുന്നാണോ പറഞ്ഞത്? ഭാര്യയുടെ കൂടെ കടന്നാൽ, ഭാര്യയുടെ കൂടെ ഒരുമിച്ച് ശയിച്ചാൽ കുഞ്ഞുണ്ടാകുമെന്നാണല്ലോ. യഹബു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കും. ഇനാസാ, പെൺകുട്ടികളെ. വാസിലത്ത് ബിനുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മിൻ യുംനിൽ മർഅ, ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് ആദ്യമായി ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് പെണ്ണിന്റെ ഭാഗ്യമാണ്. നമ്മളെന്താ, കുട്ടി എന്താ, അത് വേഗം തിരിയും. ഉസ്താദേ കുട്ടി ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് മാത്രം പറഞ്ഞ് നിർത്തിയാൽ മനസ്സിലാക്കുക കുട്ടി പെൺകുട്ടിയാണ്. ഉസ്താദേ പ്രസവിച്ച ആൺകുട്ടിയാണ് കേട്ടോ, അപ്പം വേഗം പറയും ആൺകുട്ടിയാണെങ്കിൽ. അല്ലെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കണം, കുട്ടി എന്താ, കുട്ടി പെൺകുട്ടിയാണ്, അൽഹംദുലില്ലാഹ്. എന്തേത് ആദ്യം വരാത്തത്? അല്ലാഹു കൊടുക്കുമെന്ന്, മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് പെൺകുട്ടിയെ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ആൺമക്കളെയും കൊടുക്കും. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കല്യാണം കഴിഞ്ഞാൽ കൊടുക്കുന്നല്ല, അല്ലാഹുവിന്റെ തീരുമാനം വേണം. ചില ആളുകൾക്ക് ആൺകുട്ടികളെയും കൊടുക്കും, പെൺകുട്ടികളെയും കൊടുക്കും. ചില ആളുകൾക്ക് മക്കളെ അല്ലാഹു തീരുമാനിച്ചാൽ കൊടുക്കുകയേ ഇല്ല. അല്ലാഹു തീരുമാനിച്ചാൽ പിന്നെ അങ്ങനെയാണ്. റബ്ബിന്റെ തീരുമാനം കൂടെ, മശീഅത്ത് കൂടെ ഇടപെടണം. അസ്ബാബ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. സക്കരിയ നബി ചോദിച്ചത്, അല്ലാഹുവേ ഞങ്ങൾ രണ്ടുപേർക്കും പ്രായമായ വാർദ്ധക്യത്തിലെത്തി, ഇത്രയും കാലം നീ തരുമെന്ന് പ്രതീക്ഷിച്ചു റബ്ബേ, ഞാൻ ഇനിയും ചോദിക്കുകയാണ്, തരണേ. ഇത് പറഞ്ഞ്
ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. ദുആ കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നത് നിസ്കരിക്കാനാണ്. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വഹി വരുന്നത്. ഫനാദതുഹുൽ മലായിക അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ, നിങ്ങൾക്ക് യഹ്യ എന്ന പൊന്നുമോനെ നൽകാൻ പോകുന്നു. മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറാ, അല്ലാഹുവിന്റെ നബിയാണ് ഈ കുഞ്ഞ്, പ്രവാചകനാകാൻ പോകുന്ന നബിയാണ്. വളരെ സദ്വൃത്തരായ സച്ചരിതരായ ഒരു പുത്രനെ. വനബിയ്യൻ മിനസ് സാലിഹീൻ, ഈ സന്തോഷവാർത്ത സ്വീകരിക്കുമ്പോൾ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ഉപ്പ സക്കരിയ നബി അലൈഹിസ്സലാം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞ് വേണമെന്നതാണ് വിഷയം. ഒരു വിഷയം, ഒരു പ്രയാസം വന്നാൽ ഫസിഅ ഇല സ്വലാഹ്, പരിഹാര നിസ്കാരത്തിലൂടെ അല്ലാഹുവിലേക്ക് അങ്ങനെ ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന പോലെ ഏൽപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇതാണ് നടക്കാൻ പോകുന്നത്.